സഹോദരങ്ങളെ, മതം വേണ്ട എന്ന് പറയുമ്പോൾ അതിന് ഏതെങ്കിലും ചില ഇംഗ്ലീഷ് ഭാഷയിലെ വാചകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സമർത്ഥിക്കുമ്പോൾ, ശാസ്ത്രീയമായ പിൻബലമുണ്ട് എന്ന് അവകാശപ്പെടുമ്പോൾ അതെല്ലാം എന്തോ വലിയ സത്യമാണ് എന്ന് ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചു പോകാറുണ്ട്. വാസ്തവത്തിൽ ഒരു മുട്ടസൂചി പോലും താനെ ഉണ്ടാവില്ല എന്ന് നമ്മളെല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്നതാണ്. ഒരു LKG വിദ്യാർത്ഥി മുതൽ വലിയ വലിയ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയ ആളുകളൊക്കെ സമ്മതിക്കും, വെറുതെ ഒരു പിന്നിൽ സൂത്രധാരനില്ലാതെ, ഒരു രൂപകൽപ്പന ചെയ്ത ആളില്ലാതെ ഒരു മുട്ടുസൂചി പോലും, നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന ഒരു പേന പോലും താനെ ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ സമ്മതിക്കുമെങ്കിൽ, നമ്മുടെ കൈകളിലുള്ള മൊബൈൽ ഫോൺ നിർമ്മാതാവില്ലാതെ താനെ ഉണ്ടായതാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ്റെ തലക്കെന്തോ തകരാറുണ്ട് എന്ന് നമ്മളെല്ലാവരും പറയുമെങ്കിൽ, അതിലും എത്രയോ സങ്കീർണതകളും അത്ഭുതങ്ങളും നിറഞ്ഞതാണ് മനുഷ്യൻ്റെ ബോഡി, ഹ്യൂമൻ ബോഡി എന്നുള്ളത്. അതേപോലെ തന്നെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും കോടിക്കണക്കിന് സൃഷ്ടിജാലങ്ങളും ഒക്കെ, അതിൻ്റെ പിന്നിലൊരു സൃഷ്ടാവില്ല, അത് താനെ അങ്ങ് ഉണ്ടായതാണ് എന്ന് പറയുമ്പോൾ അവർ വലിയ ബുദ്ധിജീവികളും അതേപോലെ തന്നെ വലിയ പുരോഗമനത്തിൻ്റെ ആളുകളുമായി ചിത്രീകരിക്കുന്ന ആളുകൾ ചിന്തിക്കണം. വിശുദ്ധ ഖുർആൻ ചോദിച്ചതുപോലെ അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ, അവർ ഒന്നിൽ നിന്നുമല്ലാതെ അവർ പടക്കപ്പെട്ടിരിക്കുകയാണോ, അതല്ല അവർ സ്വയം തന്നെ അവർ സൃഷ്ടിച്ചതാണോ? അം ഖലഖുസ് സമാവാതി വൽ അർള ബൽ ലാ യൂഖിനൂൻ, ഈ കാണുന്ന ആകാശത്തെയും ഭൂമിയെയും ഈ ആകാശ ലോകത്ത് മിന്നിമറിയുന്ന നക്ഷത്രങ്ങളെയുമെല്ലാം ഇവരാണോ പടച്ചുണ്ടാക്കിയത്? ഖുർആൻ ചോദിക്കുന്ന അത്ഭുതകരമായ മനുഷ്യന്റെ പഠനത്തെയും ചിന്തയെയും തട്ടിയുണർത്തുന്ന ആ ചോദ്യം വിശുദ്ധ ഖുർആനിലെ 52-ാം അധ്യായം സൂറത്ത് തൂറിലെ 35-36 ആയത്തുകളിലൂടെ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ദൈവമില്ല എന്ന് പറയുന്നതല്ല പുരോഗമനത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും ആശയം. അന്ധവിശ്വാസത്തിൻ്റെ ഏറ്റവും മോശമായൊരവസ്ഥയാണ് ആ കാര്യം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്.